ഇട്ടൂലി കളിക്കാൻ പോവാ. അതെ ഇട്ടൂലി കണ്ടോ, സെറ്റപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? സുപ്രഭാതം സുഹൃത്തുക്കളെ. ദേ അമ്മ മിണ്ടായിരിക്കും. നമ്മൾ ഇന്ന് പറഞ്ഞ പുതിയ ചലഞ്ചുമായിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ ചലഞ്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചലഞ്ച്. ഇന്ന് നമ്മൾ ഇട്ടൂലി കളിക്കാൻ പോവാ. അതെ ഇട്ടൂലി കണ്ടോ, സെറ്റപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ആ അതെ കണ്ടോ, നമ്മളിന്ന് ഇട്ടൂലി കളിക്കാൻ പോവാ. ഇതാണ് നമ്മുടെ ഇട്ടൂലി ഇടാനുള്ള സേഫ്റ്റി പിൻ. അപ്പം ഇന്ന് അവരെ ഞാനാണ് ഇൻസ്ട്രക്ടർ. അവർ ഇന്ന് ഇട്ടൂലി കണ്ടുപിടിക്കണം. തോക്കുന്നവർക്ക് തിന്നാൻ കാന്താരി ഗൈസ്. നമ്മൾ ചെറിയ രീതിയിലുള്ള ചലഞ്ചാണ്, വലിയ ചലഞ്ചൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ സേഫ്റ്റി പിൻ ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് പാത്ത് വയ്ക്കും. അത് പാത്ത് വയ്ക്കുന്നതിൻ്റെ പൊസിഷൻ, ഒളിച്ചു വെക്കുന്നതിൻ്റെ പൊസിഷൻ ഞാൻ പറഞ്ഞുതരും. ആ കതിരിയിലൊക്കെ ഉള്ളൊന്നും വയ്ക്കില്ല, ഞാൻ പറഞ്ഞുതരും. ആ പൊസിഷനിൽ ഞാൻ പാത്ത് വയ്ക്കും. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒത്തിരി ഡിലേ ആവില്ല. ഞാൻ എപ്പോൾ സ്റ്റോപ്പ് പറയുന്നോ അപ്പോൾ സ്റ്റോപ്പ് ആവും. പിന്നെ ഞാൻ തണുപ്പ് എന്ന് പറയുന്നത് ഇവരിൽ ആരെങ്കിലും അതിനടുത്ത് എത്തുന്നെങ്കിൽ നമ്മൾ അവരെ പേര് ഉപയോഗിച്ച് നമ്മൾ ചൂടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ തോക്കുന്നവർക്ക് കാന്താരി തിന്നാൻ ഉണ്ട്, ജയിക്കുന്നവർക്ക് ഒന്നുമില്ല. ജയിക്കുന്നവർക്ക് പുഞ്ചിരി സമ്മാനമായിട്ട് തരുന്നതായിരിക്കും. ആ ചിരി. തോക്കുന്നവർ കാന്താരി തിന്നും. 2 കാന്താരി ഉണ്ട്. അതാര് ജയിക്കണമെന്ന് ഇത് പണ്ട് കളിക്കുന്നതാണ്. നമ്മുടെ കൊച്ചിലേക്ക് നമ്മൾ കളിച്ചിട്ടുള്ളതാണ്. പണ്ട് ഞാൻ കൊച്ചിലേക്ക് നമ്മൾ കളിക്കുന്ന സാധനം. നിങ്ങൾ എത്ര പേര് കളിച്ചിട്ടുണ്ടോ അറിയത്തില്ല. ഇപ്പം എത്ര പേർക്ക് ഇത് അറിയുന്നവർ നമുക്കറിയത്തില്ല. ഓക്കെ, അതെ, ഇപ്പൊ പലർക്കും അറിയില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ കൊച്ചുകളൊന്നും അറിയത്തില്ല. നമ്മൾ അതല്ല ഞങ്ങളും പറഞ്ഞു. അപ്പൊ ഗൈസ്, അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ നിയമങ്ങൾ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കുക. ഞാൻ പറയുമ്പോൾ അല്ലാതെ ഇങ്ങോട്ട് തിരിയമ്മ. ഞാൻ പറയുമ്പോൾ മതി. ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങോട്ട് നോക്കുക. പിന്നെ ഇവിടെ ഞാൻ പറയും, ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. ആ ലൈൻ അപ്പുറം, അതായത് ഇതേ ഇവിടെ ഒരു ലൈൻ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഈ ലൈൻ നമ്മുടെ വീടിനകത്തുള്ള ആ ലൈൻ അപ്പുറം നിങ്ങൾ പോകരുത്. അതിനപ്പുറം ഞാൻ വെക്കില്ല. സോ ഈ പോസ്റ്റിൻ്റെ ഈ പോർഷൻ്റെ ഇപ്പുറത്ത് ഞാൻ വെക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ആര് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നു അവരാണ് വിന്നർ. അങ്ങനെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ? ഓക്കെ, നീ ഇപ്പം ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾ ആ ഇട്ടൂലി, അതായത് ഈ സേഫ്റ്റി പിൻ മറ്റൊരാൾ കാണാതെ എൻ്റെ കൈ കൊണ്ട് തരിക. അതാണ് ഗെയിമിൻ്റെ മെയിൻ പോയിന്റ്. അപ്പോൾ ആ സമയത്ത് ഒരാൾ എടുക്കുന്ന മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അയാളെ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അസാധുവാണ്. അതായത് 2 പേരും വിജയിച്ചില്ല, 2 പേരും തോറ്റിട്ടുമില്ല, വിജയിച്ചിട്ടില്ല. അപ്പം വീണ്ടും നമ്മൾ വയ്ക്കുന്നതായിരിക്കും. ഇല്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും വിന്നറില്ല, ലൂസറും ഇല്ല, തോറ്റിട്ടും ഇല്ല. അപ്പം വീണ്ടും ഞാൻ വയ്ക്കും. അപ്പം വീണ്ടും നിങ്ങൾ കളിക്കുക. അപ്പം നിങ്ങൾ മെയിൻ ചിന്തിക്കണം വെച്ചാൽ ഒരാൾ കാണാതെ എൻ്റെ കയ്യിൽ കൊണ്ട് എത്തിക്കുക എന്നതാണ്. എൻ്റെ കയ്യിൽ എൻ്റെ ശരീരത്തെവിടെയെങ്കിലും എത്തിച്ചാൽ മതി, ബാക്കി നമുക്ക് കാണിക്കുന്ന. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ. അപ്പോൾ ഗൈസ്, ഇത് എവിടെ വയ്ക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞാൻ വച്ചിട്ട് പറയാം. എവിടെ വയ്ക്കണമെന്ന് ഒരു സംഭവം. അമ്മ ഇങ്ങോട്ട് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ അയാളെ തോറ്റവരായിട്ട് പറഞ്ഞ് അവരെ കൊണ്ട് കാന്താരി തിന്നിപ്പിക്കുന്നതായിരിക്കും. ഞാനിത് എവിടെ വയ്ക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇത് അവിടെ വേണ്ട. അമ്മ നേരെ നോക്കി അമ്മ, ലിസാനെ പോലും നോക്കരുത്. അപ്പോൾ നമ്മൾ എവിടെ വയ്ക്കും? കൺഫ്യൂഷൻ ആണല്ലോ.
തോറ്റവർക്ക് തിന്നാൻ വേണ്ടി പഞ്ചസാര കൊണ്ട്. അപ്പോൾ ഒരാൾ തോക്കുന്ന എന്തായാലും ഉറച്ചു. അപ്പോൾ ഗായ്സ്, ഇട്ടൂലി എന്തിനു മാട്ടെ, നിങ്ങൾ നോക്കോ, കഴിഞ്ഞു നിങ്ങളെ. ആ, ഞാൻ പാത്തൂലിയാണ്, പാത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ നടക്കും. അപ്പം കിട്ടുന്ന അതെന്താ രണ്ടുപേരും കൂടെ തോളത്തോളാം അങ്ങനെ പിന്നെ കണ്ടുപിടിക്കുക എങ്ങനാ? അല്ല, അടിക്കണ്ട്. ഈ അടിക്കുന്ന ഉടായ്പ, കാരണം നിങ്ങൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അടിക്കുന്ന ഉടായ്പകളാണ്. അമ്മ ഇങ്ങനല്ല കളിക്കണ്ടേ. ഒരാള് അവർ രണ്ടുപേരും അല്ല, അത് രണ്ടുപേരും അത് ഗെയിമിൽ ഞാനാണ് ഗെയിമിൻ്റെ ഓണർ. അപ്പോൾ മാറിയിരിക്കോ, ഒന്നും കൂടെ ആക്കട്ടെ. അപ്പോൾ രണ്ടുപേരും തോറ്റമുണ്ട്. നമ്മളിനി പുതിയ ഐഡിയ കൊണ്ട് യൂസ് ചെയ്തേക്കുക. ഉണ്ടോ ഗൈസ്? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ പുതിയ ഐഡിയ. മറ്റേത് രണ്ടുപേരും ജയിക്കാത്തത് കൊണ്ടും രണ്ടുപേരും തോറ്റതായിട്ട് പ്രഖ്യാപിക്കാത്തത് കൊണ്ടും ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ടൂല് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നേക്കുകയാണ്. അപ്പോൾ നമ്മളവരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ പലയിടത്തും പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവരറിയാൻ പാടില്ല നമ്മളിവിടെ വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പല പോർഷനിലും നമ്മൾ ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരത് ശ്രദ്ധിക്കാതെ അവർക്ക് ചിന്ത വരും. ഓക്കെ, എട്ടല്ലേ പൊക്കോ. രണ്ടുപേരും തണുപ്പിലാണ്, രണ്ടുപേരും ചൂടിലോട്ട് എത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അമ്മ ചൂടിലാണ്, നിസാൻഡി കുറച്ച് ചൂടിലാണ്. ഇനി ഞാൻ ചൂട് തണുപ്പും പറയാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് പറ്റും. കാരണം ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ അടുത്തായതുകൊണ്ട്. ഇതിൽ ഞാൻ ഗെയിമർ ആര് അത് കണ്ടുപിടിക്കുന്നു അവരാണ് വിന്നർ. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ എനിക്കറിയണം നിങ്ങൾ ആര് കണ്ടുപിടിച്ചാൽ മതി. എൻ്റെ കൊണ്ട് തരികയൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിലേ ഞാൻ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 3 പേരും ഉള്ളതുകൊണ്ട് ഞാൻ ചൂട് തണുപ്പൊന്നും പറയില്ല. ആ വരയ്ക്കപ്പുറം ഇല്ലമ്മ, ആ വരയ്ക്കപ്പുറം ഇല്ല, സ്പേസ് ഉണ്ട്. അടിയൊന്നുമില്ല കേട്ടോ. ആര് കണ്ടുപിടിക്കുന്നു അവരാണ് വിന്നർ. ശതുകുമാരി കയ്യാലെല്ലാം മണ്ടലൊക്കെ കയറി നോക്കുകയാണ്. അവിടെയെങ്കിലും കൊണ്ട് വെച്ചാലോ എന്ന്. ലിസി ആൻറ്റി അവിടെ എല്ലാം പരതുകയാണ്. മുമ്പ് വച്ചെടുത്തെങ്ങാണം ഉണ്ടോ എന്നുള്ള ചിന്തയിലാണ് ലിസി ആൻറ്റി. പക്ഷെ ലിസി ആൻറ്റി ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഇതാ നമ്മുടെ വനാന്തരങ്ങളെ ഭംഗിയാക്കിക്കൊണ്ട് അവർ ഇട്ടൂലി. അവർ സേഫ്റ്റി പിൻ കണ്ടുപിടിക്കുകയാണ് ഗൈസ്. അടിയൊന്നും ഇല്ലെന്ന്. ആര് വിജയിക്കുന്നു ആരെ കണ്ടുപിടിക്കുന്നു അവരാണ് വിന്നർ. ആർക്കും കിട്ടുന്നില്ല ഗൈസ്, ആർക്കും കണ്ടുപിടിക്ക. ഇതെന്തോ ഇവിടെ വരയ്ക്ക് അപ്പുറം ഇല്ല, പോസ്റ്റിന് ഇപ്പുറം ഇല്ല. ഇത് അടിക്കാനൊന്നും പറ്റത്തില്ല. എപ്പോഴാ പറഞ്ഞ അടിച്ചാലും അസാധുവാണ്. അടിയില്ലെന്ന് പറഞ്ഞില്ലേ? അടിയില്ല. നിങ്ങൾ നോക്കുന്നതേ തെറ്റാണ്. എനിക്ക് കാണാം. അതെ.
അതെ അതെ അതെ. അടിയിലൊന്നും വെക്കത്തില്ല അങ്ങനെ, പഞ്ചസാരയുടെ അടിയിലൊന്നും. പഞ്ചസാര അടിയൊന്നും ഞാൻ വെക്കത്തില്ല. എടുത്താ അമ്മ കടിക്കാൻ പറ്റത്തില്ല. എന്തിനാ? അതൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് ആരെല്ലാം കണ്ടുപിടിച്ചാൽ മതി. കാണാവുന്നിടത്ത് വെച്ചാ പിന്നെ കണ്ടുപിടിച്ച് മണ്ടത്തരം പറയുന്നത്. ഞാൻ എവിടെ വെച്ചാൽ നിങ്ങൾ അറിഞ്ഞോ? ഞാൻ എവിടെ വെച്ചാൽ നിങ്ങൾ അറിഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഡയലോഗ് അടിക്കുന്നത് ഞാൻ എവിടെ വച്ചത് പോലും നിങ്ങൾ കണ്ടിട്ടില്ല. സിമ്പിളാണ്, വെറും സിമ്പിള്. നിങ്ങൾ കൈയും പിടിച്ചിട്ട് നടക്കുന്നേ. അവിടൊക്കെ ഇവിടെ കയ്യാളുടെ മണ്ടലൊന്നും അങ്ങനെ ഉള്ളേരിലോട്ടൊന്നും ഇല്ല കേട്ടോ. പറയില്ല. ക്ലൂ പോനത്തിനകത്തില്ല. വേറും കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേ ഞാൻ വെക്കാറുള്ളൂ. കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഞാൻ വെക്കാറില്ല ഉണ്ണികളെ. നിങ്ങളെ എന്ത് മനുഷ്യരാണ് നിങ്ങൾ. ഒരു മണിക്കൂർ കൊണ്ട് അമ്മ ഇവിടെ തന്നെ ഇരുന്ന് പണിയുവാ. അമ്മയ്ക്കൊരു കയ്യാലെ മണ്ട മാത്രമേ ഉള്ളോ. അമ്മ ഒരു ചൂലും കൊണ്ട് പോവാ, തൂക്ക്. വേറെ സിമ്പിളാണ്. വീണ്ടും ഞാൻ പറയുന്നു, വേറെ സിമ്പിളാണ്. അമ്മ നോക്കുന്നിടത്ത് അമ്മ അതിനപ്പുറത്തോടൊന്നും ഇല്ല. അങ്ങ് ഉള്ളിലോട്ടൊന്നും ഞാൻ വെക്കാറില്ല. അതെന്താ അങ്ങനൊന്നും പറ്റത്തില്ല. ഞാൻ കാണുന്നിടത്തേ വെക്കാറുള്ളൂ. അമ്മ ക്ഷീണിച്ചാ എന്നാ ചെയ്യത്? എന്താണ് നിങ്ങൾക്ക് സമയം ഒരു 1 മിനിറ്റും കൂടെ ഉള്ളൂ. അതിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ രണ്ടുപേരും തോൽവിയായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിട്ട് രണ്ടുപേർക്കും കാത്തിരിമ്പോൾ തിന്നാനുള്ള അവസ്ഥ തരും. ഞാനാണിവിടെ. ഓ ഈസി കണ്ടിപ്പോ ഭയങ്കര ഈസിയാ ഇപ്പൊ കണ്ടുപിടിക്കാൻ. വേറെ ഈസിയാ ഇനി കണ്ടുപിടിക്കാൻ. എടുത്തോ ലിസിയാൻറ്റി, എടുത്തോ. ലിസിയാന് കണ്ടുപിടിച്ചു. അതായത് ശാന്തകുമാരി ഇതിൽ തോൽവിയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അമ്മ തോറ്റു. അപ്പൊ ഗൈസ്, ശാന്തകുമാരി എന്ന നമ്മുടെ അവനെ നല്ല മാച്ചിങ് ആണല്ലോ. മഞ്ഞ എന്നിട്ട് പോലും കണ്ടുപിടിച്ചില്ലല്ലോ അമ്മ. അമ്മ കാണാനാണെങ്കിൽ പിന്നെ എന്തിനാ കാന്താരി തിന്നാനുള്ള ടെൻഷൻ? കാരണം കാന്താരി തിന്നാനുള്ള ടെൻഷൻ ഗൈസ്. അപ്പോൾ കാന്താരി തിന്നാൻ ശാന്തകുമാരി റെഡിയായിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത സമ്മാനദാനമാണ്. തോറ്റ ശാന്തകുമാരിക്കുള്ള സമ്മാനദാനം. അമ്മക്ക് അറിയായിരുന്നു അമ്മ നോക്കുവന്ന്. അപ്പൊ അമ്മ മുൻകൂട്ടി പഞ്ചസാരയൊക്കെ ഗൈസ് ഇവർക്ക് ഞാൻ പറയും പോട്ടൻ അമ്മ. കാരണം അമ്മയുടെ വില കളയാൻ അമ്മയ്ക്ക് വയ്യ. ഗൈസ് അമ്മ പഞ്ചാര തിന്നും, ഷുഗർ കട്ടാണ് എന്നിട്ട് വരും. അപ്പം അമ്മയ്ക്കുള്ളാടെ കുഞ്ഞ് കാന്താരിയാണ് ഗൈസ്, കുഞ്ഞ് കാന്താരി. അതെ പോയി. അപ്പോൾ നമ്മൾ വേറെ കാന്താരി എടുക്കാം. വേറെ ഗൈസ് നമുക്കൊരു നല്ല കാന്താരി എടുക്കാം. അല്ല അതിനെക്കാട്ടി നല്ല ഇതാ. അതെ, ചവയ്ക്കെന്ന് എനിക്ക് കാണണം. ചവയ്ക്ക
ചവയ്ക്ക് നല്ലോടത്തേക്ക് ചവയ്ക്കൂ. അമ്മ തുപ്പരുത് തുപ്പരുത്. ചവച്ച് ചവയ്ക്ക്. ആ പോയി പഞ്ചാര നിന്നോ ഗൈസ്. എങ്ങോട്ടാ മേരി? എങ്ങനെയോ തോക്കുമ്പോൾ ഡയലോഗ് പറയാതെ ജയിക്കാൻ നോക്കണം. ലിസാൻ്റെ തിന്ന് നോക്കണം കാന്താരി. നമ്മുടെ ആർട്ടിസ്റ്റിനും കാന്താരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ എങ്ങനെയാ കഴിക്കുന്നുണ്ടോ? അല്ല ലിസാൻ്റെ എത്ര റിസ്ക് എടുക്കണം ലിസാൻ്റെ? അല്ല ലിസാൻ്റെ ആ അപ്പൊ ലിസാൻ്റെ ആ ചലഞ്ച് ഏറ്റെടുത്ത് ലിസാൻ്റെ കഴിക്കുന്നതായിരിക്കും. ചവച്ചോ 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 മൊത്തം ചവയ്ക്ക്. ചവച്ച് വിഴുങ്ങി ഞങ്ങൾക്ക് കാണിക്കണം. ഉടായ്പൊന്നും ഇവിടെ വരില്ല. ആ നീ ലിസാനി കൂടെ നിൽക്കുന്നു. ഇനി എരിയാൻ തുടങ്ങും. അങ്ങോട്ട് എരിയുന്നുണ്ടോ ലിസാനി? പഞ്ചസാര ഞാൻ അപ്പഴേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. കുറച്ച് വെള്ളം കൊടുക്കമ്മ. പോയി. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലെ തോറ്റിരിക്കുന്നത് ശാന്തകുമാരി എന്ന ഇദ്ദേഹവും ജയിച്ചിരിക്കുന്നത് ലിസി എന്ന ഇദ്ദേഹവുമാണ്. അപ്പോൾ ജയിച്ചവർക്ക് നമ്മൾ പുഞ്ചിരി മാത്രം കൊടുത്തിട്ട് ഓരോർക്ക് കാന്തനും കൊടുത്തിട്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വെറൈറ്റി നിങ്ങൾ അന്യം നിന്ന് പോയ പഴയ ഗെയിമുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബായ്. ഒറ്റാര പറഞ്ഞേക്ക്. ബായ് പറയാൻ. നല്ലപോലെ